ഹലോ മക്കൾസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇതുവരെ മാത്സ് പഠിച്ചു തുടങ്ങാത്തവർക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പഠിച്ചവർക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാനും വേണ്ടിയിട്ട് വളരെ ഈസിയായ രീതിയിലാണ് നമ്മളിന്ന് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും അത് എങ്ങനെയൊക്കെയാണ് പഠിക്കുക എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. പഠിച്ചെടുക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ജസ്റ്റ് സപ്പോസ് ഒരു ഗെയിം നമ്മൾ കളിക്കാൻ തുടങ്ങുകയാണ്. ഒരു പുതിയ ഗെയിമാണ്, ഒരു റേസിംഗ് കാർ ഗെയിമാണ്. അങ്ങനെയാണെങ്കിൽ ആ കാർ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കാർ മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ റൈറ്റിലേക്ക് തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സെയിം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് അറിയണം അല്ലേ? ഈ ചാപ്റ്ററിലുള്ള ടോട്ടൽ ഇക്വേഷൻസും അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. ടോട്ടൽ 7 പോയിൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 7 പോയിൻറ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് കുറച്ച് നമ്പർ പാറ്റേൺസ് ആണ്. വെറും നമ്പർ പാറ്റേൺസ് അല്ല, അതിന് ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതിൻ്റെ രണ്ട് ടേംസ് തമ്മിൽ നമ്മൾ ഡിഫറൻസ് എടുത്താൽ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഈ ഒരു ചാപ്റ്ററിലെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എടുത്തെഴുതേണ്ടത്, നമുക്ക് ഏതൊരു പ്രോബ്ലം ചെയ്യണമെങ്കിലും നമ്മളെ കയ്യിൽ ആവശ്യമുള്ളത് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ എന്താ ഇത്ര പ്രയാസം അല്ലേ? രണ്ട് ടേംസ് തന്നാൽ അല്ലെങ്കിൽ ഒരു സീക്വൻസ് തന്നാൽ അടുത്തടുത്ത രണ്ട് ടേംസ് തമ്മിൽ കുറച്ചാൽ മതി, ഡിഫറൻസ് ഫൈൻഡ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് തന്നിട്ടുള്ള രണ്ട് ടേംസും ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള ടേം ആണെങ്കിൽ, അതായത് പൊസിഷൻസ് ഒരുപാട് വ്യത്യാസമുള്ള ടേംസ് ആണെങ്കിൽ, ഈവൻ ഫോർ എക്സാമ്പിൾ x5ഉം x10ഉം തരാം, അതായത് 5th ടേമും 10th ടേമുമാണ് നമ്മൾ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഫൈൻഡ് ചെയ്യുക? ഇതാണ് ആ ഇക്വേഷൻ. അതായത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ d വെച്ചാണ് ഡിനോട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കിവിടെ x5ഉം അതേപോലെ x10ഉം ആണ് ഗിവൺ ആയിട്ടുള്ളതെന്ന് വിചാരിക്കാം. x5 x10 എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? x5 എന്ന് പറഞ്ഞാൽ 5th ടേം, 5ാമത്തെ പദം. x10 എന്ന് പറഞ്ഞാൽ 10th ടേം, 10ാമത്തെ പദം. ഓക്കെ, അതായത് 5th ടേം അഥവാ 5ാമത്തെ പദം 21ഉം അതേപോലെ 10th ടേം 10ാമത്തെ പദം 46ഉം ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യും, പൊതുവ്യത്യാസം എങ്ങനെ ഫൈൻഡ് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും, നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. സോ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് d=2 എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ പറ്റും. പക്ഷേ ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യണം. സോ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ d= ടേംസ് അഥവാ പദങ്ങൾ എന്ന് പറയുന്നത് ഈ ടേംസ് ആണ്. സോ നമുക്കത് 46 - 21 എഴുതാം, ഡിവൈഡഡ് ബൈ പൊസിഷൻസ് അഥവാ സ്ഥാനം എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ താഴെ എഴുതുന്ന ഈ ചെറിയ നമ്പേഴ്സാണ്. സോ അത് ഡിഫറൻസ് ചെയ്യാം, 10 - 5. എപ്പോഴും നമ്മൾ ഏറ്റവും വലിയ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊസിഷൻ നിന്ന് ചെറിയ പൊസിഷൻ കുറക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ടേംസും, അതായത് 10th ടേം 46, 5th ടേം 21, 10ാം പദം 46, 5ാം പദം 26, ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കണം. അതേ പൊസിഷൻ തന്നെ താഴെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്കിത് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 46 - 21, 5 and
45 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 45ൽ എത്ര 5 ഉണ്ട് എന്നാണ്. അതായത് 45ൽ എത്ര 5 ഉണ്ട്? 9 അല്ലേ? സോ 9. സോ ദിസ് ഈസ് അവർ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണീൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. അതിനുള്ള ടെക്നിക്ക് മനസ്സിലായല്ലോ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അഥവാ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. അതിലെ ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമാണ് നമുക്ക് ആവശ്യം. ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലും നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ആവശ്യമുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ടേം എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് പറയാം. ഡയറക്റ്റായിട്ട് സീക്വൻസ് തന്നതാണെങ്കിൽ അതിൽ ആദ്യമുള്ള ആളെയാണ് നമ്മൾ ഫസ്റ്റ് ടേം ആദ്യ പദം ആയിട്ട് എടുക്കുക. ഇനി ഇൻ കേസ് നമുക്ക് കോമൺ ഡിഫറൻസും വേറൊരു ടേമുമാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് പൊതുവ്യത്യാസം വേറെ ഏതെങ്കിലും ഒരു പദം അതാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വേറൊരു ടേം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ഫൈൻഡ് ചെയ്യാം, ആദ്യ പദം ഫൈൻഡ് ചെയ്യാമെന്ന് പറയാം. അതാണ് നമ്മളെ സെക്കൻഡ് പോയിന്റ്, ടേം ഫ്രം അനദർ ടേം, ഓർ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദം കണ്ടുപിടിക്കുന്ന വിധം. ഇതിനൊരു ഇക്വേഷനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, ജസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് കൺസിഡർ ചെയ്യാം. സ്റ്റെപ്പ്, സ്റ്റെയർ, ഓക്കെ, കോണി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു 12ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാണേ, ശ്രദ്ധിക്കുക. ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്, എനിക്ക് 12ാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറിപ്പോവണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര സ്റ്റെപ്പ് കയറേണ്ടി വരും? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ 12ാമത്തെ സ്റ്റെപ്പുമേലേക്കാണ് കേട്ടോ കയറുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഒന്നാമത്തെ സ്റ്റെപ്പും വന്ന് ഞാൻ എത്ര സ്റ്റെപ്പ് കയറേണ്ടി വരും? 11 സ്റ്റെപ്പ് കയറിയാൽ മതിയാവില്ലേ? ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ കോമൺ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് x12 ഇസ് ഈക്വൽ ടു x1 പ്ലസ് 11d. അതായത് 11 സ്റ്റെപ്പ് കയറണം എന്നുള്ളതിനാണ് നമ്മൾ പ്ലസ് എന്ന് കൊടുത്തത്. ഇപ്പോൾ സപ്പോസ് വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു x20, അതായത് 20ാമത്തെ സ്റ്റെപ്പുമ്മലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് x3, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക്, മൂന്നാമത്തെ ടേമിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ x20ലാണ് ഞാൻ നിൽക്കുന്നത്, x3യിലേക്കാണ് എത്തേണ്ടത്. സോ x3 ഇസ് ഈക്വൽ ടു ഏത് സ്റ്റെപ്പുമെന്ന് ഇറങ്ങേണ്ടത്? x20. x20 മൈനസ് ഇറങ്ങുകയാണല്ലോ ചെയ്യുന്നത്. സോ നമ്മൾ മൈനസ് ഇട്ടു. എത്ര ഇറങ്ങേണ്ടി വരും? 3ലേക്ക് എത്താൻ ഞാൻ ഈ 20ാമത്തെ സ്റ്റെപ്പുമെന്ന് എത്ര ഇറങ്ങേണ്ടി വരും? 19, 18, അങ്ങനെ കുറച്ച് 3 വരെ എത്തുമ്പോൾ 17 സ്റ്റെപ്പ് അല്ലേ? ഈ ഡി ഇടാൻ മറക്കരുതേ. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഓക്കെ, ഇനി വേറൊരു ട്രിക്ക് പറയാം. ഇവിടെ നമ്മൾ ഈ ഒരു നമ്പർ കണ്ടോ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് കിട്ടുന്നുണ്ട്. സെയിം ആസ് ഇവിടെ ഉണ്ടോ, ഈ 2 നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള നമ്പർ കിട്ടുന്നുണ്ട്. അത് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ ഒരു രീതി ശരിയാവുള്ളൂ. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു പദവും അല്ലെങ്കിൽ ഒരു ടേമും കോമൺ ഡിഫറൻസും പൊതുവ്യത്യാസം നമ്മളെ കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ഏത് ടേമും വേണമെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ടേം നമ്മളെ കയ്യിലുണ്ട്, കോമൺ ഡിഫറൻസും നമ്മളെ കയ്യിലുണ്ട്. ഒരു 13th ടേം നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ, 30ാമത്തെ ടേം നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, നമ്മളെ കയ്യിൽ x10 ഉണ്ട്, അതായത് നമ്മൾ 10ാമത്തെ സ്റ്റെപ്പുമേലാണ് നിൽക്കുന്നത്. എനിക്ക് x2 സെക്കൻഡ് ടേമിലേക്ക് അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പിലേക്ക്, 2ാമത്തെ പദത്തിലേക്ക് പോവണം. അപ്പം ഞാൻ കുറക്കണോ കൂട്ടണോ, ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ, അതുപോലെ തന്നെ എത്ര ഞാൻ ആഡ് ചെയ്യേണ്ടി വരും, എത്ര ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും, എത്ര ഞാൻ കുറക്കേണ്ടി വരും, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും.
ഇപ്പം നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കോമൺ ഡിഫറൻസ് എഴുതും, അല്ലെങ്കിൽ പൊതുവ്യത്യാസം എഴുതും. സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എഴുതും. ഓക്കെ, ആദ്യ പദം നമ്മൾ എഴുതുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ചെയ്യും. ആൻഡ് ആദ്യ പദം നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടേം പറയാൻ പോവുകയാണ്. നമ്മുടെ തേർഡ് ഒരു ക്വസ്റ്റ്യനിൽ ടേം ഓർ നോട്ട് അല്ലെങ്കിൽ പദമാണോ അല്ലയോ എന്ന ക്വസ്റ്റ്യൻ. സ്ഥിരമായി അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണിത്. അതായത് ഒരു സീക്വൻസ് തരും അല്ലെങ്കിൽ ഒരു ശ്രേണി തരും. അതിൽ ഇപ്പോൾ 365 എന്നുള്ള ഒരു ടേം ആ ഒരു സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് എത്രാമത്തെ പൊസിഷനിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് കണ്ടൻസ് മാത്രം ക്ലിയർ ആയി വെക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പേ ഈ ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഒരു റോൾ നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് റോൾ നമ്പർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ ഒരു സ്റ്റുഡൻസിനെ പേര് വിളിക്കുന്നതിന് പകരം റോൾ നമ്പർ വിളിക്കുകയാണേ. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 27th ആൾ ആൻസർ പറയണം എന്ന് പറഞ്ഞു. അതായത് 27 റോൾ നമ്പറുള്ള കുട്ടിയാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം പറയേണ്ടതെന്ന്. അപ്പോൾ 27 എന്ന് പറഞ്ഞ റോൾ നമ്പറുള്ള ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പക്ഷേ ഞാൻ അതിന് പകരം ഒരു 2.5 റോൾ നമ്പറുള്ള ഒരു കുട്ടി ആൻസർ പറയൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ ഒരു റോൾ നമ്പർ ഇല്ല അല്ലേ? അതുതന്നെയാണ് നമ്മൾ അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ടേം ഓർ നോട്ട് അല്ലെങ്കിൽ പദമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ആ ഒരു നമ്പർ നമ്മളോട് ചോദിച്ച നമ്പർ ഏതാണോ അതിൻ്റെ പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ പൊസിഷൻ, അത് എത്രാമത്തെ സ്ഥലത്താണ്, അതിൻ്റെ സ്ഥാനമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് പോയിൻ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയിന്റിൽ നമ്മൾ സ്ഥാനം പറയോ, ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. എപ്പോഴെങ്കിലും 1.5th ടേം എന്ന് പറയോ? ഇല്ല. ടേം എപ്പോഴും, സ്ഥാനം എപ്പോഴും ഒരു നമ്പറായിട്ട്, കൗണ്ട് ചെയ്യുന്ന നമ്പറായിട്ട്, നാച്ചുറൽ നമ്പറായിട്ടേ, എണ്ണൽ സംഖ്യ ആയിട്ടേ നമ്മൾ പറയുള്ളൂ. നെഗറ്റീവ്സും വരില്ല അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളോട് ചോദിച്ച ആ ഒരു ടേം, ആ ഒരു നമ്പർ ആ സീക്വൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്താൽ മതി. നമുക്ക് പൊസിഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും സെയിം ആണ്. n=xn - x1 / d + 1. ഇതിൽ ഈ +1 നമ്മൾ ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു മെത്തേഡ് എല്ലാം ഡിവിഷനും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ സം ചെയ്യുള്ളൂ. ആദ്യം തന്നെ സം ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ച നമ്പർ xn, ഫസ്റ്റ് ടേം, അതായത് നമ്മളോട് ചോദിച്ച നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കുക ആൻഡ് കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിലെ ടേം ആണ്, പദമാണ്. ഇനി കറക്റ്റ് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയില്ല, ഡെസിമൽ പോയിൻറ്റ്സ്, പോയിൻ്റ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, പോയിൻ്റ് വന്നാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇതിലുള്ള ടേം അല്ല എന്ന് പറയാം. ഇനി ടേം ആണെങ്കിൽ എത്രാമത്തത് എന്നുള്ളത് നമ്മൾ ഈ +1 കൂടെ ചെയ്തിട്ട് വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമ്പിളായിട്ട് ചെയ്യാം. ഈ ഒരു സീക്വൻസ് 2, 4, 6, 8 എന്നുള്ള ഈ ഒരു സീക്വൻസിൽ ഒരു നമ്പർ പറയാം, 2, 1, 8. ഈ ഒരു നമ്പർ ഈ ഒരു സീക്വൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ടേം ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രാമത്തെ ടേമാണ്. ഓക്കെ, പദമാണെങ്കിൽ എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഒറ്റയടിക്ക് പറയാം ഇത് ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, സോ ഇത് ഈവൻ നമ്പറാണ്, സോ അതിലുണ്ട് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം. പക്ഷേ നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ജസ്റ്റ് ഒന്നുമില്ല, n=xn എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് 2, 1, 8. ആ നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം, 2 മൈനസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? അതും 2 ആണ് അല്ലേ? ഓക്കെ, ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 2, 1, 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, 2, 1, 6ൻ്റെ ഹാഫ്
എത്രയായിരിക്കും? 20ൻ്റെ ഹാഫ് 10 ആൻഡ് 60ൻ്റെ ഹാഫ് 8. 108 ആയിരിക്കും ആൻസർ വരും. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നമ്പർ കിട്ടിയോ? ഡെസിമൽ നമ്പർ വന്നിട്ടില്ലല്ലോ. സോ നമുക്ക് എന്ത് പറയാം? ഇതിലെ ടേം ആണ്. ഇനി അതിൻ്റെ പൊസിഷൻ എങ്ങനെ പറയും? പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പറിലേക്ക് ഒരു +1 കൂടെ ആഡ് ചെയ്യാം. അതായത് 109th ടേം, 109ാമത്തെ ടേമാണ് എന്തെന്ന് പറയുന്നത്? 218 എന്ന് പറയുന്നത്. അഥവാ നമുക്ക് ഇങ്ങനെ എഴുതാം, 108 ആണ് 218 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സെയിം സീക്വൻസ് ആണ്, പക്ഷെ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 191 എന്നുള്ള ടേം അല്ലെങ്കിൽ നമ്പർ ഈ ഒരു സീക്വൻസിൽ, ഈ ഒരു ശ്രേണിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയാം നമ്മൾ എങ്ങനെ ചെയ്യും. പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളോട് ചോദിച്ച ടേം ഏതാണോ, ഏത് നമ്പറാണോ, അതിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും, ആദ്യ പദം കുറക്കും, ആൻഡ് കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യും, അഥവാ പൊതുവ്യത്യാസം വെച്ച് ഹരിക്കും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം. 191 നിന്ന് 2 മൈനസ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കും? 189 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. 18ൽ 9 ആൻഡ് 9ൽ 4 ആൻഡ് 4 കഴിഞ്ഞാൽ പിന്നെ 1 റിമൈൻഡർ ഉണ്ടാവും. സോ 0.5 എന്ന് കിട്ടും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. 189 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ കാൽക്കുലേഷൻസ്, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, നോർമൽ നമ്പേഴ്സ് മാത്രമല്ല നെഗറ്റീവ് നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഇങ്ങനെ എനി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്ന് ഉറപ്പ് വരുത്തണം. ഇനി അതിലേതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ പോയിന്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഡയറക്റ്റ്ലി ഇവിടെ നമുക്ക് +1 ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പോയിന്റ് നമ്പർ കിട്ടി. ടേം അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കണോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് +1 ലാസ്റ്റ് ചെയ്താൽ മതി. ടേം ആണെങ്കിൽ മാത്രം +1 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ദിസ് ഈസ് നോട്ട് എ ടേം ഇൻ ദ സീക്വൻസ്. ഇത് ഈ ഒരു ശ്രേണിയിലെ പദമല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ടേം ഓർ നോട്ട്, അല്ലെങ്കിൽ പദമാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഷുവർ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. നമ്മളെ 4th പോയിന്റ് എന്ന് പറയുന്നത് സം അഥവാ തുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ 2 സബ് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അവ എന്ന് വെച്ചാൽ, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എത്ര നമ്പേഴ്സ് ആണെന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ്, ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ്, അങ്ങനെ നമ്മളോട് എത്ര ടേംസിൻ്റെ സമ്മാണോ ചോദിച്ചതെന്ന് നോക്കുക. അത് ഇവൻ ആണെങ്കിൽ ഒരു ടൈപ്പാണ്, ഓഡ് ആണെങ്കിൽ വേറൊരു ടൈപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഓഡാണ്. ഇപ്പോൾ 5 ആൾക്കാരെ നമ്മൾ 5 ആൾക്കാരിങ്ങനെ വരിക്ക് നിർത്തുകയാണെങ്കിൽ അതിൽ നടുവിലൊരാൾ നിൽക്കുമല്ലോ. ഇപ്പോൾ 4 ആൾക്കാരെയാണ് നമ്മൾ വരിക്ക് നിർത്തിയെന്നുണ്ടെങ്കിൽ അതിൽ നടുവിലൊരാൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോൾ നമ്മളെ ബെഞ്ചിൽ 5 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബെഞ്ചിലുള്ള മിഡിലുള്ള ആൾ എണീക്കുക എന്ന് പറഞ്ഞു. അപ്പം 5 ആൾക്കാരാണെങ്കിൽ മിഡിൽ കറക്റ്റായിട്ട് ഒരാളുണ്ടാവും. ഇനി 4 ചിൽഡ്രൻസ് ആണ്, അല്ലെങ്കിൽ 4 ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ബെഞ്ചിലെ മിഡിലുള്ള ആൾ എണീക്കുക എന്ന് പറയുമ്പോൾ അവിടെ മിഡിൽ ഉണ്ടാവുമോ? മധ്യപദം ഉണ്ടാവുമോ? മധ്യത്തിൽ ഒരാളുണ്ടാവുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന് നടുക്കൊരാൾ ഉണ്ടാവും. നടുക്കൊരാളെ നമുക്ക് നിർത്താൻ പറ്റും ഇല്ലേ. 5 ആൾക്കാരാണെങ്കിൽ അതിൽ മൂന്നാമതായിട്ട് നിൽക്കുന്ന ആളായിരിക്കും നടുവിലുള്ള ആൾ. ഇനി 7 ആൾക്കാരാണെങ്കിൽ അതിൽ നാലാമതായി നിൽക്കുന്ന ആളായിരിക്കും അതിലെ മിഡിൽ ടേം അഥവാ മധ്യപദം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ആളെ ഉപയോഗിച്ചിട്ട് നമുക്ക് സമ്മ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സമ്മിനെ നമ്മൾ SN എന്നാണ് ഡിനോട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. ഇതാണ് ഇക്വേഷൻ. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ആണ് ഇൻറ്റു ചെയ്യുന്നത്, എത്രാമത്തെ ടേം ആണെന്ന് നോക്കിയിട്ടല്ല. അതായത് 5 ടേംസിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 3 ആണെങ്കിൽ തേർഡ് ടേം ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ 3 അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്.
അതായത് മലയാളം മീഡിയത്തിൽ പറയുകയാണെങ്കിൽ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. മധ്യപദം എന്ന് പറഞ്ഞാൽ 5 ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ മൂന്നാമത്തെ പദം, 3 എന്ന് യൂസ് ചെയ്യരുത്, മൂന്നാമത്തെ പദം എന്താണോ അത് നമ്മൾ എടുക്കുക. ആൻഡ് നമ്മളോട് എത്ര എണ്ണാണോ ചോദിച്ചത് അത് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഈവൻ നമ്പേഴ്സിന് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്? കാരണം അവിടെ മിഡിൽ ടേം ഇല്ല, മധ്യപദം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആണെങ്കിലോ ഫസ്റ്റ് 10 ടേംസിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് 8 ടേംസിൻ്റെ ഒക്കെ സമ്മ്, ആദ്യത്തെ 10 പദങ്ങളുടെ ആദ്യത്തെ 8 പദങ്ങളുടെ ഒക്കെ തുക ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യുക? അതിനുള്ള ഇക്വേഷൻ ഇതാണേ. നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് എനി പെയർ. മലയാളത്തിലാണെങ്കിൽ ജോഡികളുടെ എണ്ണം ഇൻറ്റു ഏതെങ്കിലും ഒരു ജോഡിയുടെ തുക. അതായത് നമുക്ക് സം ഓഫ് അല്ലെങ്കിൽ തുക ഫസ്റ്റത്തെ 10 ടേംസിൻ്റെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്കതിനെ 10 ടേംസിനും എങ്ങനെ ചെയ്യാം? പെയർ ചെയ്യാൻ പറ്റും അല്ലേ? സപ്പോസ് ഇതാണ് നമ്മൾ ഫസ്റ്റ് 10 ടേംസ് അല്ലെങ്കിൽ ആദ്യത്തെ 10 ടേംസ് എന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് എങ്ങനെ പെയർ ചെയ്യാം? ഫസ്റ്റ് ടു ലാസ്റ്റ് x1ഉം x10ഉം നമുക്ക് പെയർ ചെയ്യാം. അതേപോലെ x2ഉം x9ഉം പെയർ ചെയ്യാം. x3ഉം x8ഉം x4ഉം x7ഉം x5ഉം x6ഉം പെയർ ചെയ്യാം. എന്താ ഈ പെയറിൻ്റെ പ്രത്യേകത? നമ്മൾ പൊസിഷൻസ്, നമ്മളിപ്പോൾ ഈ പെയർ ചെയ്ത പൊസിഷൻസ് ഒക്കെ സം ചെയ്താൽ 11 ആയിരിക്കും കിട്ടുക അല്ലേ? 1 + 10 എന്ന് പറയുന്നത് 11 ആണ്. അതുകൊണ്ട് നമുക്കതൊരു പെയർ ആക്കി എടുക്കാം. 2 + 9 എന്ന് പറയുന്നത് 11 ആണ്. സോ അത് നമുക്കൊരു പെയർ ആക്കി എടുക്കാം. എപ്പോഴും നമ്മൾ പെയർ ആക്കി എടുക്കുക ഫസ്റ്റ് ടു ലാസ്റ്റ് ആയിട്ടാണ്. അങ്ങനെ നമുക്ക് എത്ര പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? പെയർ എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെ മാറ്റി വെക്കുക. 10 ടേംസിനെ നമ്മൾ 2 ആൾക്കാരെ മാറ്റി വെച്ചാൽ എത്ര പെയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 5 പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ പകുതിയായിരിക്കും ഉണ്ടാവുക. ഇനി ഏതെങ്കിലും ഒരു ടേംസിൻ്റെ പെയർ നമുക്ക് വേണമെങ്കിൽ x1ൻ്റെയും x10ൻ്റെയും, x10 എന്ന് പറയുന്നത് നമുക്ക് n, ഏത് ടേം ആണോ ചോദിച്ചത് അതിൻ്റെ സം എടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇത് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സെയിം തന്നെയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് എനി പെയേഴ്സ്, അഥവാ നമ്പർ ഓഫ് ജോഡികളുടെ എണ്ണം ഇൻറ്റു ഏതെങ്കിലും ഒരു ജോഡീൻ്റെ പെയർ. ഇത് പറയാൻ ഏതെങ്കിലും എന്ന് അല്ലെങ്കിൽ എനി പെയർ എന്ന് പറയാൻ കാരണം റീസൺ ഇതാണ്. ഫസ്റ്റ് ടേമും 10th ടേമും ആഡ് ചെയ്താൽ 20 ആണെങ്കിൽ അതേ ഒരു സം തന്നെയായിരിക്കും സെക്കൻഡ് ടേമും 9th ടേമും ആഡ് ചെയ്താൽ കിട്ടുക. ഓക്കെ, അതാണ് നമ്മളെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും 10th ടേമും തന്നെ തരണമെന്നില്ല. നമ്മളെ കയ്യിൽ സെക്കൻഡ് ടേമും 9th ടേമും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പെയർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് 10 പെയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമും 10th ടേമും എന്തായാലും 11 ആയിരിക്കണം സമ്മ്. പൊസിഷൻസിൻ്റെ സമ്മ്, സ്ഥാനത്തിൻ്റെ സമ്മ് 11 കിട്ടണം. സോ അങ്ങനത്തെ പെയേഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 8 ടേംസ് ആണെങ്കിലോ ഫസ്റ്റ് 8 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമും 8th ടേമും ആണ് ഒരു പെയർ വരിക. അതായത് പൊസിഷൻസ്, സ്ഥാനത്തിൻ്റെ സമ്മ് 9 കിട്ടുന്ന ഏത് പെയറും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ x2ൻ്റെ കൂടെ ആരാണ് വരിക എന്നൊന്ന് പറയാൻ പറ്റുമോ? x2ൻ്റെ കൂടെ നമുക്ക് 9 ആണ് കിട്ടേണ്ടത്. സോ x7 ആയിരിക്കും പെയർ ആയിട്ട് വരിക. അത് നമ്മളെ നെക്സ്റ്റ് പോയിന്റ് ആണ്, അത് അപ്പോൾ പറയാം. ഈ ഒരു 2 പോയിന്റ്സ് ക്ലിയർ ആയോ? സമ്മ് അല്ലെങ്കിൽ തുക നമുക്ക് ഇരട്ട സംഖ്യകളാണെങ്കിൽ, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു ഇക്വേഷനും, ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് ആണെങ്കിൽ ഒരു ഇക്വേഷനാണ് ഉള്ളത്. ഈ ഇക്വേഷൻസ് ക്ലിയർ ആയോ? ഇക്വേഷൻസ് ഓർത്തു വെക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇക്വേഷനും എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ഇക്വേഷൻസ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ദെൻ നമ്മളെ 5th പോയിന്റ് ഇതാണ്. സം ഓഫ് പൊസിഷൻസ് ഈസ് ഈക്വൽ, ദെൻ സം ഓഫ് ടേംസ് ആൾസോ ഈക്വൽ. സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ പദങ്ങളുടെ തുകയും തുല്യമാണ്. പദം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, പദമാണ്. ഓക്കെ, അത് നിങ്ങൾ എഴുതുമ്പോൾ ക്ലിയർ ആക്കി എഴുതാം. എന്താ ഇപ്പോൾ പറഞ്ഞെന്നുള്ളത് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പെയേഴ്സ് നമ്മളാക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ എക്സ്, അതായത് ഫസ്റ്റ് ടേമും ഒരു 11th ടേമും ആഡ് ചെയ്തപ്പോൾ എനിക്ക് 120 കിട്ടി. അതായത് ആദ്യ പദവും 11ാമത്തെ പദവും കൂട്ടിയപ്പോൾ എനിക്ക് 120 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ x2ഉം x10ഉം ആഡ് ചെയ്താലും ആൻസർ 120 ആയിരിക്കും.
അതേപോലെ തന്നെ വേറൊരു പെയർ വേണമെങ്കിൽ പറയാം, x3യും x9ഉം ആഡ് ചെയ്താൽ 120 തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. റീസൺ ഇതാണ്, സംഭവം ഇതാണ്, രണ്ടിൻ്റെയും പൊസിഷൻസുകൾ സമ്മ് നമുക്ക് കൂട്ടി വെക്കാം. 1ഉം 11ഉം ആഡ് ചെയ്താൽ നമുക്ക് 12 ആണ് കിട്ടുക. ഓക്കെ, അതേ സം തന്നെയാണ് ഇവിടെ 2ഉം 10ഉം ആഡ് ചെയ്താൽ കിട്ടുന്നത് 12. അതായത് പൊസിഷൻസിൻ്റെ സം ഈക്വൽ ആണെങ്കിൽ ടേംസ് സം ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. ഇപ്പോൾ 3ഉം 9ഉം ആഡ് ചെയ്താലും 12 തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് ഒരു പെയർ ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, അതിനു മുമ്പേ നിങ്ങൾക്ക് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ x4ഉം പിന്നെ ഏതാ പെയർ വരിക? x4ഉം x8ഉം അല്ലേ? അത് രണ്ടും സം ചെയ്താലും 120 തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇതാ ഒരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. x3യും x9ഉം ആഡ് ചെയ്താൽ 35 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ പെയേഴ്സിൻ്റെ സമ്മായിരിക്കും ആ ഒരു സീക്വൻസിൽ 35 കിട്ടാൻ ചാൻസ് ഉള്ളത്? നിങ്ങൾ എന്തായാലും എഴുതണേ, ട്രൈ ചെയ്ത് നോക്കൂലേ? ഓക്കെ, ഇനി അറ്റ് ലാസ്റ്റ് പോയിൻ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. 5 പോയിൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് 6th പോയിൻറ്റ്സിന് നമ്മളൊരു സെൻറ്റൻസോ ഹെഡിങ്ങോ കൊടുക്കുന്നില്ല. സെൻറ്റൻസ് വേണ്ടവർക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് റീഡ് ചെയ്താൽ മനസ്സിലാവും. യെല്ലോ ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞ സംഭവങ്ങളാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 6th പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റത്തെ 3 ടേംസ് നമ്മൾ എടുക്കുക. അതായത് ആദ്യത്തെ 3 പദങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാളെ നമ്മൾ നടുവിലാക്കി വെക്കുക. ആ നടുവിലല്ലാത്ത ആൾക്കാരെ, സെൻട്രലിലല്ലാത്ത ആൾക്കാരെ 2 ടേംസിനെ, അപ്പുറം ഇപ്പുറമുള്ള 2 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, ഈ നടുവിൽ ഏതാണോ ആൾ, ഇപ്പോൾ നടുവിലുള്ള ആളെ പേര് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ 2 അപ്പുറം ഇപ്പുറമുള്ള ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് നടുവത്തെ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സീക്വൻസ് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 2, 4, 6, 8 എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്, എക്സെട്രൻ്റെ. ഓക്കെ, ഇതിൽ നമ്മൾ 4നെ സെൻറ്ററാക്കി നിർത്തിയിട്ട് മറ്റേ 2 ടേംസിൻ്റെ സമ്മ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി. 6 + 2 8 അല്ലേ കിട്ടുക? അതായത് സെൻറ്ററിലുള്ള ആളെ ഡബിൾ കിട്ടുന്നില്ലേ? നല്ലൊരു മാജിക്ക് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് 3 മാത്രമല്ല, ഏതൊരു ടേം ഓഡ് നമ്പേഴ്സ് നടുവിലൊരാളെ നിർത്തി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 1, 3, 5, 6 ഇല്ല, 7, 8 ഇല്ല, 9. ഓക്കെ, ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഇതിൽ ഫസ്റ്റത്തെ 5 ടേംസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ 5നെ സെൻട്രലിൽ വെച്ചിട്ട് ഈ അപ്പുറത്തുപ്പുറത്തുള്ള ഈ 7ഉം 3യും ആഡ് ചെയ്താൽ സെൻട്രലിലുള്ള ആളെ ഡബിൾ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ 2 ടേംസ് അപ്പുറം ഇപ്പുറം, അതായത് 1ഉം 9ഉം ആഡ് ചെയ്താലും 10 തന്നെ കിട്ടുമല്ലോ. അതായത് ഒരാളെ നടുവിൽ നിർത്തി നമ്മൾ അപ്പുറത്തുള്ള 2 ആൾക്കാരെ കൂട്ടിയാൽ നടുവിലുള്ള ആളെ ഡബിൾ ആയിരിക്കും കിട്ടുക. നോട്ട് ദ പോയിന്റ്, 2 ആൾക്കാരെ കൂട്ടിയാൽ ഡബിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 ആൾക്കാർ കൂട്ടിയാലോ? 3 ആൾക്കാർ കൂട്ടിയാൽ നടുവിലുള്ള ആളെ ട്രിപ്പിൾ 3 ഇരട്ടിയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ 5 ആൾക്കാരെ കൂട്ടിയാലോ? എന്തുകൊണ്ടാണ് 4 പറഞ്ഞേ? 4 ആകുമ്പോൾ അവിടെ നടുവിൽ ആളില്ല കേട്ടോ, അതുകൊണ്ടാണ്. 5 ആൾക്കാരെ കൂട്ടിയാലോ? 5 ആൾക്കാരെ കൂട്ടിയാൽ നടുവിലുള്ള ആളെ 5 ടൈംസ് 5 മടങ്ങായിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഈ 5 ആൾക്കാരെ നമ്മൾ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? നടുവിലുള്ള ആളെ 5ൻ്റെ 5 മടങ്ങ്, 5 മടങ്ങ്, 5 ടൈംസ് ആയിരിക്കും കിട്ടുക. അതായത് ഈ ടേംസ് ഒക്കെ കൂട്ടിയാൽ 25 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഈ 2 പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. എന്താ ഇപ്പോൾ പറഞ്ഞേ? നമ്മൾ ഏതെങ്കിലും ഒരു ടേമിനെ സെൻട്രലിൽ നിർത്തിയിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള 2 ടേംസിനെ മാത്രമാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നടുവത്തെ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഒരു ടേമിനെ നമ്മൾ സെൻട്രലിൽ നിർത്തിയിട്ട് 3 ടേംസിനെയാണ്, അടുത്തടുത്ത 3 ടേംസിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നടുവത്തെ ആളെ ട്രിപ്പിൾ കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 5 ടേംസിനെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രലിൽ ഒരാളുണ്ടാവും. ഈ 5 ടേംസും നമ്മൾ ആഡ് ചെയ്താൽ സെൻട്രലിലുള്ള ആളെ 5 ടൈംസ് ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ
11 ടേംസ് ആണെങ്കിലോ 11 ടേംസ് ആണെങ്കിൽ സെൻട്രലുള്ള ആൾ 11 ടൈംസ് ആയിരിക്കും കിട്ടുക. നമ്മൾ സമ്മിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേന്നോ ഓടിൻ്റെ, ഓർമ്മയുണ്ടോ? ഇവിടെ സമ്മ് ഇതാ സമ്മിൻ്റെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഈ ഇക്വേഷൻ തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ ഇക്വേഷനിൽ തന്നെയാണ് എത്തുക. മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അതന്നെയല്ലേ ഇപ്പം ഈ പറഞ്ഞ ഒരു സംഭവം. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 6th പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിസ്സ് പറഞ്ഞത് ആദ്യം 7 പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. ഇപ്പോൾ 6 നിർത്തിയത് എന്ത് പറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടോ? 7 പോയിൻറ്റ്സാണ് ഞാൻ ആദ്യം പറഞ്ഞേ. ഇല്ലാത്തവർക്ക് പറയാം, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് 7 പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 6 പോയിൻറ്റ്സേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതാ ഒരു പോയിന്റ് മിസ്സായതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം വരെ ഒരു സംഭവം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കലുണ്ട്. ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് ഇന്ന ടേം ആവുമോ എന്നുള്ള ഒരു ചോദ്യം. അതായത് ഏതെങ്കിലും പദങ്ങളുടെ വ്യത്യാസം ഈ ഒരു 56 ആവുമോ, അല്ലെങ്കിൽ ഒരു നമ്പർ വെച്ചിട്ട് ആ നമ്പർ ആവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ മാത്രം കാണുകയാണെങ്കിൽ അതിനെ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ കറക്റ്റായിട്ട് ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ അത് ഡിഫറൻസ് ആ ടേം വരും. കറക്റ്റായിട്ട് ആ ടേം നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ, ഡെസിമൽ നമ്പേഴ്സ് പോയിന്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടേം ഡിഫറൻസ് ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് നമ്മുടെ 7th പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച് ചെയ്ത് പറയാം. ഓക്കെ, അത് നമുക്കിവിടെ പോയിന്റിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്, ടേം ഓർ നോട്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ടേംസ്, ടേം ഫ്രം അനദർ ടേം, അതല്ലെങ്കിൽ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിച്ചു. മൂന്നാമതായിട്ട് ടേം ഓർ നോട്ട്, പദമാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പഠിച്ചു. പിന്നെ 4ാമത്തത് തുക, സമ്മാണ് പറഞ്ഞത്. അത് ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഒരു ഇക്വേഷനും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, ഇരട്ട സംഖ്യ ആണെങ്കിൽ വേറൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു പൊസിഷൻസിൻ്റെ സം ഈക്വൽ ആണെങ്കിൽ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആവും. അഥവാ സ്ഥാനങ്ങളുടെ തുക ഈക്വൽ ആണെങ്കിൽ പദങ്ങളുടെ തുക ഈക്വൽ ആവുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനത്തായിട്ട് ഈ ഒരു പോയിന്റും നമ്മൾ പറഞ്ഞു. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ടോട്ടൽ നമുക്ക് നോർമലി നമുക്ക് 5 പോയിന്റ്സേ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ളൂ. ഈ 5 പോയിന്റ്സും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാൻ നിൽക്കരുത്. സോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോ. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളി. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് മാത്രമല്ല, നമ്മളെ ഫ്രണ്ടും നമ്മളെ കൂടെ വളരട്ടെ. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.